ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. മലയാളികളെ സംബന്ധിച്ച് പുതിയ വർഷം കൂടിയാണ്. തമിഴ് നമുക്കൊക്കെ ശരിക്കും പുതിയ വർഷം എന്ന് കണക്കാക്കാറുണ്ട്. ഇന്ന് വിഷു. എല്ലാവർക്കും നല്ലൊരു വിഷു ദിനം ആശംസിക്കുന്നു. ഐശ്വര്യത്തിൻ്റെയും യശസ്സിൻ്റെയും സർവോപരി സമാധാനത്തിൻ്റെ, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ മനസമാധാനം. ഈ മനസമാധാനം ഉണ്ടെങ്കിൽ തന്നെ അതാണ് ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത്. ഒരു കണക്കിന് അതാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം വിഷു എന്തുകൊണ്ടും എല്ലാ സന്തോഷവും ഒക്കെ നമുക്ക് ജീവിതത്തിൽ കൈവരട്ടെ. അതിനായിട്ട് ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേരുന്നു. നമുക്ക് തോന്നുന്നു വിഷു അല്ലെങ്കിൽ ഓണം, തിരുവാതിര, ഇതൊക്കെ ഈ തിരുവാതിരയൊക്കെ തെക്കൻ ജില്ലകളിലേക്ക് സ്ത്രീകളെ സംബന്ധിച്ചാണ് വിശേഷമായിട്ടുള്ളത്. പക്ഷേ വടക്കോട്ട് അങ്ങനെയല്ല, മലബാർ. തിരുവാതിരയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. തിരുവാതിരയ്ക്ക് ഈ വേഷമൊക്കെ കെട്ടി നല്ല കളക്ഷൻ എടുക്കാൻ പറ്റുന്ന സമയമാണ്. ഓണവും അതെ. ഓണത്തിന് പിന്നെ അങ്ങനെ ഈ വീട് തണ്ടാറൊന്നും അങ്ങനെ പറ്റില്ല. വിഷുവിന് ഒരുമാതിരിപ്പെട്ടവരുടെ അടുത്ത് നിന്നൊക്കെ കൈനീട്ടം മേടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഈ കൈനീട്ടം കിട്ടും. അത് അമ്മാവന്മാർ അങ്ങനെയൊക്കെയുള്ള തമ്മാമിൽ വീട്ടിൽ നിന്നാണ് ആദ്യത്തെ പിരിവ്. പക്ഷേ ഇതിലേറ്റവും വലിയ രസം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഓരോരുത്തരും എത്രയാണ് ഇവർക്കൊക്കെ കൊടുത്തത് എന്നുള്ളതിൻ്റെ കണക്ക് അമ്മമ്മ എടുക്കും. അപ്പോൾ 1 രൂപയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ചില അമ്മാവന്മാർ തരാറുണ്ട്. അത് അവരുടെ അപ്പോഴത്തെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്. 1 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്. 5 പൈസ, 10 പൈസ, ഇതൊക്കെയാണ് 20 പൈസ. ഇതൊക്കെ കിട്ടിയാൽ തന്നെ ഭയങ്കര കാര്യമാണ്. 1 പൈസ, 2 പൈസ, 3 പൈസ, 5 പൈസ, പിന്നെ 10 പൈസ, 20 പൈസ, 25 പൈസ, പിന്നെ 50 പൈസ, പിന്നെ 1 രൂപ കോയിനൊക്കെ നമ്മുടെ ആ കുട്ടിക്കാലത്താണ് പുതുതായിട്ട് ഇറങ്ങിയതായിട്ട് നമുക്ക് ഓർമ്മ വരുന്നത്. 1 രൂപ ഭയങ്കര പോപ്പുലറാണ്, ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് 1 രൂപ. അപ്പോൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇത്ര കിട്ടി ഇതൊക്കെ കണക്കെടുപ്പുണ്ട്. അവസാനം അമ്മമ്മയ്ക്ക് തന്നെ ഇത് കൊടുക്കണം. അതാണ് പ്രശ്നം. എന്നിട്ട് അമ്മമ്മ അതിൽ നിന്ന് തരും. അതെന്തിനാന്ന് പറഞ്ഞാൽ അവിടെ കോഴിക്കോട് അശോക ടോക്കീസ് ഉണ്ട്. അവിടെ താഴെ തറയിലിരുന്ന് ഈ കണ്ണപ്പനുണ്ണി, പടയോട്ടം എന്നൊക്കെ പറയുന്ന പോലത്തെ ഓരോ സിനിമ ഉണ്ടാവും. വിഷുവിന് നമ്മളെയൊക്കെ പറ്റിക്കാനുള്ള സിനിമയാണ്. അപ്പോൾ അത് കാണാൻ, അതാണ് ഏറ്റവും വലിയൊരു സംഭവം. പിന്നെ പടക്കം പൊട്ടിക്കുക, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിനോദങ്ങൾ. പിന്നെ വിഷുവിൻ്റെ കോടി ഉണ്ടാവുക. ഇന്ന് നമ്മളിപ്പോൾ ഇത് കോടി ഉടുപ്പൊക്കെ ഇട്ടിട്ട് നമുക്കിവിടെ ഒരാൾ കൊണ്ട് തന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കോടിയിലാണ്, വിഷുക്കോടിയിലാണ്. അപ്പോൾ ഈ വിഷുക്കോടിയൊക്കെ ഇട്ടിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്നലെ കൊണ്ട് തന്നതാണ്. അപ്പോൾ പാകാവോ എന്നൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമാണ്. എന്തായാലും പണ്ട് നമ്മൾ ഇതൊക്കെ ഇപ്പോൾ അപ്പോഴും നമുക്കെന്തോ കുട്ടിക്കാലത്ത് ഈ യൂണിഫോം പോലെയുള്ളതിനോടൊക്കെ ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്നു. ചിലപ്പോൾ അങ്ങനെ കിട്ടിയതോ ഒരു ശാപം പോലെയൊക്കെ ആയിരിക്കും. ഈ യൂണിഫോം പോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ ഉടനീളം ഇടേണ്ടി വരുന്നത്. തമാശയായിട്ട് പറയുന്നു. വേറെ ഓപ്ഷനൊന്നുമില്ലല്ലോ. ഇതിന് കളർ കുറച്ച് കൂടിപ്പോയി തോന്നുന്നുണ്ട്. പണ്ട് അമ്മമ്മ ഈ ത്രിവേണി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറുണ്ട്, സർക്കാരുണ്ട്. ഇപ്പം ഉണ്ടോയെന്ന് അത് അറിയില്ല. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഈ തുണിയൊക്കെ നമ്മൾ മുമ്പ് പലപ്പോഴും ഇത് പങ്കുവെച്ചിട്ടുള്ളതാണ്. ഈ നീല വരവര, വെള്ളയിൽ ഒരു നീല വരവര ഇതായിട്ടുണ്ടാവും. അതാണ് ഞങ്ങൾക്ക് ഷർട്ടിനൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് മേടിക്കുക.
5 ആൺകുട്ടികൾ. ചേച്ചിമാരായിന്ന് രക്ഷപ്പെടും. നമുക്കെന്നിട്ട് ഈ ട്രൗസറും ഷർട്ടും ഒക്കെ ഇത് തന്നെ. എന്നിട്ട് ഈ 5 പേരും ഒരുമിച്ച് പോകുന്ന അതൊക്കെ ഉണ്ട്. മുടി വെട്ടാൻ കൊണ്ടുപോകുന്ന അമ്മമ്മയാണ്. ഒരിക്കലൊരാൾ പരിഹസിച്ചത് നമുക്ക് വല്ലാതെ ഹൃദയം, എന്താ പറയുക, ഹൃദയഭേദകമായിട്ടുള്ളതാണ്. എങ്ങോട്ടാ ഈ സർക്കസ് കമ്പനിക്കാരെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻ്റ് ഉണ്ടായിരുന്നു. സർക്കസുകാർ പോണ പോലെ എന്ന് പറഞ്ഞിട്ട്. അത് അമ്മമ്മ കേട്ടിട്ടില്ല എന്നേ ഉള്ളൂ. അമ്മമ്മ കേട്ട് കഴിഞ്ഞാൽ കഥ കഴിയും. പക്ഷെ അതിനുശേഷം നമ്മൾ ഒരിക്കലും ഇങ്ങനെ, എന്താ പറയുക, നമ്മളെങ്ങനെയെങ്കിലും അതിന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അതൊന്നും നടക്കില്ല. നമ്മൾ ഈ പുതിയ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് ചിലപ്പോൾ നമ്മൾ ഈ ഷർട്ടൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ, കടയിൽ പോകുമ്പോഴാണ് ചില റേഷൻ കടയിലൊക്കെ അരി ഈ സഞ്ചിയിൽ അരി മേടിച്ച് അല്ലെങ്കിൽ പച്ചക്കറി അതൊക്കെ മേടിച്ച് കൊണ്ടുപോകണത് കാണാം. പിന്നെ ചിലർ തലയണ കവറായിട്ടും കിടക്കവിരിയായിട്ടും കർട്ടനായിട്ടും ഒക്കെ ഇത് ആ പ്രദേശങ്ങളിലൊക്കെ പലരും ഇതൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമമാണ്. വേറെ ഓപ്ഷനൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ള കുട്ടിക്കാലത്ത് ഈ ഓണം, വിഷു ഇങ്ങനെയുള്ള ദിവസങ്ങൾ എന്തൊക്കെ ഇത്തരം മാനസിക വ്യതകളൊക്കെ ഉണ്ടെങ്കിലും സന്തോഷം തന്നെയാണെന്ന് പറയും. ഈ പടക്കം പൊട്ടിക്കലും, പൊട്ടിച്ച പടക്കങ്ങളെല്ലാം കൂടെ നമ്മളൊരിക്കലും അങ്ങനെ ചെയ്തു. വിഷു വരുമ്പോൾ നമുക്ക് എല്ലാ വിഷുവിനും ഓർമ്മയുണ്ടാവും. ഒരിക്കലും ഈ വലിയ പടക്കങ്ങളെല്ലാം, പൊട്ടാത്ത പടക്കത്തിൻ്റെ മരുന്ന് ഒരു മെത്താപ്പിൻ്റെ പാക്കറ്റിലാക്കി ഇങ്ങനെ വലിയൊരു സരസ്വതി എന്നൊക്കെ പറയുന്ന പടക്കമുണ്ട്. അതിലൊക്കെ കുറേ അത് പൊട്ടാത്തതായിരുന്നു, കുറേ മരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഈ മെത്താപ്പിൻ്റെ പാക്കറ്റിൽ ഉള്ളിൽ തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞത് ഇങ്ങനെ മരുന്നിങ്ങനെ ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. വെറുതെ ഒരു കൗതുകത്തിന്, ഒരു എന്താ പറയുക, തീപ്പൊരിയുടെ ഒരു ചെറിയ ഒരു പൊടി അംശം എടുത്ത് ഇതിലേക്ക് ഇട്ട് നോക്കി. ജഗതി പറഞ്ഞ പോലെ ഒരു പുക, കൈ മൊത്തം പൊള്ളിപ്പോയി. ഭയങ്കര കരച്ചിൽ. ഇത് ഈ കൈ പൊള്ളി ഇതിങ്ങനെയാവുമ്പോൾ എന്താ, സമാധാനിപ്പിക്കുകയല്ല, വരുന്നവർ തലയ്ക്ക് ഓരോന്ന് തരിക. അതാണ് അതിലേറെ വലിയ രസം. അങ്ങനെ ഉടനെ ആംബുലൻസ് വിളിച്ച് ആശുപത്രി കൊണ്ടുപോവുക, അതൊക്കെ ഇന്നാണെങ്കിൽ ചെയ്യും. അന്നൊക്കെ എന്താ ആശുപത്രി, ഒന്നുമില്ല. ഓരോരുത്തരുടെ വക ഓരോ മരുന്ന്. ചിലർ പറഞ്ഞു വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, വെള്ളം ഒഴിച്ചാൽ മതി, മഷി ഒഴിച്ചാൽ മതി. അങ്ങനെ ഇങ്ങനെ വരുന്നവരൊക്കെ ഓരോന്നൊക്കെ ചെയ്ത് പാളവിശറി കൊണ്ട് വീശുന്നതിൻ്റെ ഇടയിൽ ആ വിശറി കൊണ്ട് കയ്യിനൊരു തട്ടൊക്കെ കിട്ടുക. ഇങ്ങനെ എന്താ പറയുക, ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഇങ്ങനത്തെ കഥകളുണ്ടാവും, കുട്ടിക്കാലത്തെ കഥകൾ. അങ്ങനെയുള്ള ഒരു ധന്യമായ ഒരു കുട്ടിക്കാലമാണ് നമുക്ക് ഈ വിഷുവിനും ഓണത്തിനും എന്താ തിരുവാതിരയും ഇതൊക്കെ വരുമ്പോൾ ഓർമ്മ വരിക. ഇന്ന് ചിലതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്തരം ഒരു ലോകം അവരില്ലല്ലോ എന്നുള്ളൊരിതുണ്ട്. നമ്മുടെ ലോകത്ത് ഈ ഫോണില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു സൗന്ദര്യം. കാരണം എല്ലാം നമ്മുടെ കണ്ണുകളും കാതുകളും ഇതൊക്കെ ഭയങ്കര ഒബ്സർവേഷനായിരുന്നു, ജിജ്ഞാസയായിരുന്നു. ഇതൊക്കെ എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നതിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിലും എല്ലാം. കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുക, റിപ്പയർ ചെയ്യുക, പലതും ഇന്നത് കുട്ടികളിലൊന്നും കാണുന്നില്ല നമ്മൾ. കാരണം അവർക്ക് അതിനൊന്നും സമയമില്ല. അവർ ടോട്ടലി എൻഗേജ്ഡ് ആണ് അവർ. അപ്പോൾ നമ്മുടെ ഒരു കുട്ടിക്കാലം ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക് അങ്ങനെ ഒരു കാലത്തെ നമുക്ക് നൽകാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് തോന്നുന്നില്ല. ഒന്നും നടക്കുന്ന കാര്യമാണ്. നമുക്കതൊക്കെ ഇവരോട് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയൊക്കെ ആയിരുന്നു അച്ഛൻ്റെ കുട്ടിക്കാലം ഒക്കെ പറയാം. അത് തന്നെ അവർക്ക് മനസ്സിലാവണമെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അച്ഛൻ എങ്ങനെയാണ് അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അമ്മയായിട്ട്, ഫോണൊന്നും ഇല്ലെങ്കിൽ എന്ന് ചോദിക്കും. അല്ല, അച്ഛൻ്റെ കാര്യം, അച്ചാച്ചൻ്റെ കാര്യം, മുത്തശ്ശൻ്റെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാലോ, ടെലിഫോൺ പോലും ആ ഗ്രാമത്തിൽ ഏതോ ഒരു വീട്ടിലായിട്ടുള്ളതുപോലെ ഡോക്ടർമാരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, വക്കീൽമാരുടെ. അന്ന് ഡോക്ടർ, വക്കീൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പൊസിഷനാണ്. ഇന്നത്തെ പോലെ സർവാണികളല്ല.
എന്തായാലും ഇങ്ങനെ ഓരോരോ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് നമ്മുടെ വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ, പ്രായമായിട്ടുള്ള അതിൻ്റെ ഗൃഹ കാര്യങ്ങൾ നടത്തുന്ന ഒരാൾ, നമ്മളെ സംബന്ധിച്ച് അമ്മമ്മയാണ് അതിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. അമ്മമ്മ പറയുന്നതാണ് എന്ത് പായസം വേണമെന്നുള്ളത് അമ്മമ്മയെ തീരുമാനിക്കുക. നമ്മുടെ അളവ്, ഷർട്ടിന് എത്ര ലൂസ് വേണമെന്നുള്ളത് അമ്മമ്മയാണ് ടൈലറോട് പറയുക. മുടിയുടെ ഇറക്കവും കാര്യങ്ങളും എല്ലാം പറ്റ വെട്ടിക്കോളാനാണ് പറയുക. ഇവനൊക്കെ പെട്ടെന്ന് മുടി വളരുന്ന പറയാം. ഷർട്ടൊന്നും കറക്റ്റ് സൈസ് നല്ല ലൂസിൽ, വളവളാന്നുള്ള ലൂസിലാണ് അടുപ്പിക്കുക. പെട്ടെന്ന് ഇവൻ വളരുന്നു പറയും. നമ്മളിന്നിട്ട് വളരുന്നുമില്ലേ? അതുകൊണ്ട് എല്ലാം നിശ്ചയിക്കുന്ന ഒരാളമ്മമ്മ. അത് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാവരുടെ കാര്യത്തിലും അമ്മമ്മയാണ് അന്തിമ വാക്ക്. നമ്മുടെ അമ്മയാണെങ്കിലോ എന്തെങ്കിലും അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറയാം അമ്മയോട് ചോദിക്കുമെന്ന് പറയും. അതായത് അമ്മമ്മയോട് ചോദിക്കാൻ പറയും. അമ്മമ്മയെ തന്നെ എല്ലാവർക്കും പേടി, അമ്മാവന്മാർക്കും പേടി. എല്ലാവരെയും വരച്ച വരയിൽ, നാട്ടുകാരെ ഉൾപ്പെടെ വരച്ച വരയിൽ നിർത്തുന്ന അമ്മമ്മയാണ്. വളരെ സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ആ അമ്മമ്മയുടെ അടുത്തേക്ക് എല്ലാവരും വിഷുവിന് കാണാൻ വരും. അമ്മമ്മയെ കാണാൻ വന്ന അമ്മമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. വലിയ കൊടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരു മാമനൊക്കെ ഉണ്ട്, 1-2 മാമന്മാരുണ്ട്. അതിലൊരു മാമൻ സ്നേഹം കൊണ്ടാണ് നമ്മളെയൊക്കെ കീഴ്പ്പെടുത്തുക. അങ്ങനെ ഒരു അമ്മാവൻ നമുക്കുണ്ടായിരുന്നു, ഒരു രാമമ്മാവൻ എന്ന് പറഞ്ഞിട്ട്. മൂപ്പര് മറ്റേ സർക്കാർ ജോലിയോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല, അല്ലറയില്ലറയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പെയിൻ്റ് അടിയും അത്യാവശ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അമ്മമ്മയായിട്ട് ഭയങ്കര കട്ട കൂട്ടാണ്. ആ അമ്മാവനും വരും. ആ അമ്മാവനൊക്കെ നമ്മൾ കാശ് അങ്ങോട്ട് കൊടുക്കണം, വിഷുവിന് നമ്മുടെ അടുത്ത് കിട്ടിയത്. പക്ഷെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു വിഷു, ഓണം, ഇതാണ് നമ്മൾ ഓർക്കുന്നത്. അപ്പോൾ എല്ലാവരും വരുന്നു, കാണുന്നു, അവർക്കൊക്കെ ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നു. പല വിഭവങ്ങളും സർവ്വസാധാരണമായിട്ടില്ലാത്ത, സാധാരണഗതിയിൽ എന്താണ്, ഒരു ചോറിനൊരു കറി ഉണ്ടാവും, ഒരു തോരൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തോരനൊക്കെ അങ്ങനെ ഡെയിലി ഉള്ളതല്ല. പിന്നെ വീട്ടിൽ ഈ ചീര ഇതൊക്കെ വീട്ടിലെന്താണോ ഉണ്ടാകുന്നത് അതൊക്കെ അനുസരിച്ചുണ്ടാവും. അപ്പോൾ ഈ ഓണത്തിനാണ് പച്ചടി കിച്ചടി എന്നൊക്കെ പറഞ്ഞ പോലെ, അവിയൽ എന്നൊക്കെ പറഞ്ഞ് വിസ്തരിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, ഓണം വിഷു ഇതിനൊക്കെ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാം. പായസം ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പായസം ഇങ്ങനെ എപ്പോഴും ഉണ്ടാവുന്നതല്ല. ആരുടെയെങ്കിലും പിറന്നാളിന് അമ്മമ്മയ്ക്ക് തോന്നിയാൽ പായസം വയ്ക്കും. മിക്കവാറും അത് ഗോതമ്പ് പായസമൊക്കെ ആയിരിക്കും, ഗോതമ്പ്, ചെറുപയർ. ഇങ്ങനെ ഇന്നത്തെ പോലത്തെ അടയും കിടയൊന്നും ഇല്ല. അതിൽ ഗ്രേഡ് കൂടിയതാണ് സേമിയെന്ന് പറയുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മിക്കവാറും ഗോതമ്പ്, ചെറുപയർ, അരി ഇതൊക്കെയാണ് പായസം. എന്തായാലും നല്ല നാളികേരൊക്കെ ഇടിച്ച് പിഴിഞ്ഞിട്ടുള്ള ഗോതമ്പ് പായസമാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ പായസം ഉണ്ടാവും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കുടിക്കാം. ഇത് കൊല്ലത്തിൽ പായസം എത്ര എണ്ണം കുടിക്കും? ഇങ്ങനെ ഒരു 4 പായസം കുടിക്കുന്നുണ്ടാവും മാക്സിമം പോയാൽ, അത്രയേ ഉള്ളൂ ഒരു വർഷം. ഇന്നൊക്കെ ഇങ്ങനെ വഴിനീള പായസങ്ങൾ വെച്ച് വെക്കുന്നുണ്ട്. ഉണ്ട്. കുട്ടിക്കാലത്ത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പായസം വിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ പായസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈക്കിളിൽ ഒരു പാത്രത്തിൽ അതിനെ ഒരു കൽക്കരിയൊക്കെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മൂപ്പര് എപ്പോഴും ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന. രമിട്ട് ക്ലാസ്സിൽ എന്തോ കാശ് കൊടുത്ത് നമ്മൾ ഇതുവരെ മേടിച്ച് കഴിച്ചിട്ടില്ല. പായസം എന്ന് പറഞ്ഞ് പോകുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇത് വീട്ടിലാണ്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന പരിപാടിയൊന്നുമില്ല. പണ്ട് കഴിച്ച് പെട്ടുപോയിട്ടുണ്ട് ഒരിക്കൽ. പുറത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടുകാരായിട്ട് ഞങ്ങൾ എല്ലാവരുമൊക്കെ ആയിട്ട് പോകുന്ന സമയത്തൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഈ എന്താ പറയുക, കായപ്പം എന്നൊക്കെ പറഞ്ഞാൽ കായപ്പം ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം പിന്നെ ഒന്നും കഴിക്കണ്ട. ചായ പുറത്തുനിന്ന് കുടിച്ച് നമ്മൾ എന്താ പറയുക
പെട്ടുപോയത്, വീട്ടിൽ പശുവിൻ്റെ പാല് വിൽപ്പന ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൻ്റെ കുറച്ച് ദൂരത്തുള്ള ഈ ചായക്കടയിൽ കൊണ്ടുപോയി ഒരു കുപ്പി പാല് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മളാണ് അത് കൊണ്ടുപോയി കൊടുത്തത്. അപ്പോൾ ആദ്യം തന്നെ കൊണ്ടുപോയി കൊടുത്ത സമയത്ത് ഇദ്ദേഹം നമുക്ക് മോനെ ചായ കുടിക്ക് എന്നും പറഞ്ഞിട്ട് ഒരു ചായ തന്നു. അപ്പോൾ ചായ തന്നു കഴിഞ്ഞാൽ നമ്മൾ നിരസിക്കാൻ പാടില്ലല്ലോ. ചായ നമ്മൾ കുടിച്ചു. ഇങ്ങനെ ഈ 7 ദിവസവും ചായ കുടിച്ചു. ഇയാൾ ദിവസം ചായ തരും. പാലിൻ്റെ കാശ് മേടിക്കുന്ന സമയത്ത് ഈ 7 ചായയുടെ കാശ് കഴിച്ചിട്ടാണ് കൊടുത്തത്. അത് അമ്മമ്മയോട് പറഞ്ഞപ്പോൾ നല്ല കിട്ടി. അതോടുകൂടി പിന്നെ എന്താ പറയുക, ചായ കൂടി ഇല്ല. എന്നേക്കുമായിട്ട് ഹോട്ടൽ ചായ കൂടി കുട്ടിക്കാലത്ത് നിർത്തി. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടിക്കാലമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇതെല്ലാം നമ്മളെ പാകപ്പെടുത്തിയെടുക്കലല്ലേ, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെ കരുപ്പിടിപ്പിക്കുന്നതായിരുന്നില്ലേ? അമ്മയാണെങ്കിലും അമ്മമ്മയാണെങ്കിലും അമ്മാവന്മാരാണെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ നമ്മുടെ മേലിൽ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നമ്മളെ അവിടെ ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം. അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചിട്ടുള്ളത്. ദൂഷ്യവശങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നു. പക്ഷേ അതൊന്നും അത്ര വലിയ എന്താ പറയുക മാരകമായിട്ടുള്ള വിധത്തിലല്ല. അതിനെ തന്നെ ചില ഈ കുട്ടികളായിട്ടുള്ള ഞങ്ങൾക്ക് തന്നെ അറിയാം, അങ്ങോട്ടേക്കൊന്നും പോകരുത് എന്നറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങളുടെ ഇടയിൽ തന്നെ അങ്ങനെ ഒരു വർത്തമാനമുണ്ട്, അവിടേക്ക് പോകണ്ട, ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഭാഗത്തേക്ക് പോവില്ല. അപ്പം അങ്ങനെയല്ല, നേരെ മറിച്ചാണ്. നമ്മളൊന്നിനെയും നല്ലത് ചീത്ത എന്നുള്ള ആ നിലയിൽ പഴയത് നല്ലതായിരുന്നു ഇപ്പോൾ മോശമാണെന്ന് പറയല്ല. പക്ഷേ ഒരു കാലം അതായിരുന്നു. നമ്മുടെ വിഷുക്കാലം, ഓണം എന്നൊക്കെ പറയുന്നതിന് ഏറ്റവും ഒരു കച്ചവടക്കാർ ഏതെങ്കിലും വിധത്തിലുള്ള പരസ്യം അത് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കമ്പോളത്തിലേക്ക് നമ്മളെ ആകർഷിക്കുന്നതായിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രം എന്ന് പറയുന്നത് ബന്ധങ്ങൾ തന്നെയാണ്, കുടുംബത്തിലെ ബന്ധങ്ങളാണ്. അപ്പം നമുക്ക് ഈ വിഷുവിന് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ സ്വന്തക്കാർ, ബന്ധുക്കൾ, ഇവരൊക്കെ ആയിട്ടുള്ള നമ്മുടെ ബന്ധം, അത് ഏതെങ്കിലും വിധത്തിലൊക്കെ ഒരു ഒലച്ചിലുണ്ടെങ്കിൽ അതിനെയൊക്കെ നേരെയാക്കാൻ ഇത് നല്ലൊരു അവസരമാണ്. രാവിലെ തന്നെ ഒരു മെസ്സേജ് അയയ്ക്കുക. എന്തൊക്കെയാണ്, ഞാൻ നമ്മുടെ കുട്ടിക്കാലത്തെ വിഷുവൊക്കെ ആലോചിക്കുകയാണ്, എനിക്ക് കൈനീട്ടമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ടൊരു മെസ്സേജ് അയക്കൂ. അപ്പോൾ തന്നെ ഇങ്ങോട്ടൊരു റിപ്ലൈ വരും, നിനക്ക് തരാൻ ഞാൻ കൈനീട്ടം എന്ന് പറഞ്ഞിട്ട്. അതെന്താ അത്? എനിക്ക് തന്ന കൈനീട്ടം ഒന്നും മറന്നിട്ടില്ല. എന്തായാലും ഞാനൊരു കൈനീട്ടം അങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 101 ഗൂഗിൾ പേ ചെയ്യുന്നേ. എന്തെങ്കിലും ഇതൊരു അവസരമാണ് നമുക്ക് പൂർവികർ തന്നിരിക്കുന്നത്, ബന്ധങ്ങളെ ഊഷ്മളമാക്കാൻ, ഊട്ടിയുറപ്പിക്കാൻ. എല്ലാം പുതിയതാണ്. പുതിയ വസ്ത്രം നമ്മൾ ധരിക്കുന്നു, പുതിയ ചെരുപ്പ്, അങ്ങനെ പുതിയത് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതേപോലെ തന്നെ നവമാക്കുക, നമ്മളെ തന്നെ ഒന്ന് മിനുക്കിയെടുക്കുക. അങ്ങനെ നമ്മളെ മോടി പിടിപ്പിക്കാൻ, നമ്മളെ പുതുക്കാൻ, പുതിയ ചിന്തകൾ, പുതിയ ബന്ധങ്ങൾ, പഴയതൊക്കെ തന്നെ ഒന്നുകൂടെ നന്നായിട്ട് ദൃഢപ്പെടുത്താൻ, അതിൻ്റെയൊക്കെയാണല്ലോ അപ്പോൾ നമ്മുടെ കാർഷിക വിളകളോടുള്ള നന്ദി സൂചകമായിട്ട് നമുക്ക് വിഷുവിനെ നമുക്ക് പല ആധ്യാത്മിക രീതിയിലൊക്കെ അതിന് വ്യാഖ്യാനങ്ങൾ നൽകാം, പലതും പറയാം. പക്ഷേ ഈ പടക്കം പൊട്ടിക്കുന്ന പരിപാടികളൊന്നും നമുക്ക് അത്ര വലിയ അങ്ങോട്ട് കുട്ടിക്കാലത്ത് അതൊക്കെ രസമാണ്. പക്ഷെ ഇപ്പോഴതൊക്കെ ഒരുമാതിരി എന്താ പറയുക, അന്തരീക്ഷത്തെ അങ്ങേയറ്റം മലിനമാക്കുന്നതാണ്. നമ്മുടെ ഈ എയർ പൊല്യൂഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു എന്താ പറയുക, അതിൻ്റെ അളവൊന്നും ചിന്തിക്കാൻ പറ്റാത്തതാണ്. അത്രയും മാരകമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് എല്ലാവരും പടക്കം പൊട്ടിക്കണം എന്നുള്ള പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല.
അങ്ങനെ അല്ലെങ്കിലും അജ്ജാതി പടക്കങ്ങളൊന്നും പണ്ട് പൊട്ടിച്ചിട്ടില്ല. ഉണ്ട് വിഷു കണി കാണുമ്പോൾ ഒരു കോമ്പാന്ന് പറയും, നമ്മൾ കോമ്പലപ്പടക്കം എന്ന് പറയും, പടപടപടപടയെന്ന് പറഞ്ഞിട്ട് പൊട്ടുന്നു. പിന്നെ ഒരു ചൈനീസ് പടക്കമുണ്ട്, ചൈന പടക്കം എന്ന് പറയും, ചെറിയത്. പിന്നെ പനയോലയുടെ ഓലപ്പടക്കം, പിന്നെ ഗുണ്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇവനൊക്കെയാണ് ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നത്. പിന്നെ മേശപ്പൂ, പൂക്കുറ്റി, വാണം എന്നൊക്കെ പറയുന്ന പോക്കി വിടുന്ന സാധനം. ഇതൊക്കെ വല്ലവൻ്റെയും പുറത്തൊക്കെ പോവും. ഭയങ്കര കോമഡിയാണ് ഇതൊക്കെ. വാണം വിട്ടിട്ട് തെങ്ങിൻ്റെ മുകളിലൊക്കെ പോയി തെങ്ങ് കത്തിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ഓല വീടുകളൊക്കെയാണല്ലോ, അതൊക്കെ പോയി വീണ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. എന്തായാലും നമ്മൾ ഈ വിഷുവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു പോയി. ഏതായാലും ഈ വിഷു നമ്മളറിയാതെ നമ്മുടെ കുട്ടിക്കാലവും അമ്മയും അച്ഛനെയും എല്ലാവരെയും ഒക്കെ ഓർത്ത്, എല്ലാവരും. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ നല്ല നല്ല തമാശകളും നിറയെ കൂട്ടുകാരികളോടൊപ്പം ഉള്ള വികൃതികളും ഇന്നും, അതാണ് കൃഷ്ണൻ ഭാഗവതത്തിൽ പറയുന്ന പോലെ നർമ്മം, അതാണ് ജീവിതത്തിൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നുണ്ട്. അവർ ഗംഭീരമായിട്ട് ആ ഭാഗവതത്തിൽ രുക്മിണിയോട് ഭഗവാൻ പറയണം, എടോ ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്, ഈ നർമ്മമാണ് എന്ന് പറയാം. ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ രുക്മിണിയെ പിരിയേറ്റി അവസാനം അവർ എന്താ പറയുക, കുഴഞ്ഞ് വീണു പോയി കഴിഞ്ഞിട്ട് പിന്നെ എടുത്തിട്ട് മടിയിൽ വെച്ചിട്ട് പറയുക, ഒരു തമാശ പറഞ്ഞതല്ലേ, നീ ഇങ്ങനെ കാര്യമാക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. ജീവിതത്തിലെ ഏറ്റവും ലാഭം എന്ന് പറയുന്നത് ഇതാണ്, ഗൃഹസ്ഥാശ്രമത്തിലെ ലാഭം എന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഏതൊക്കെ പൊസിഷനിൽ എവിടെയൊക്കെ ഇരുന്നാലും നമ്മുടെ കുട്ടിക്കാലം, ചെറുപ്പകാലം, ആ ചെറുപ്പകാലത്തിലെ നമ്മുടെ സൗഹൃദങ്ങൾ, ആ കാലത്തിൽ വന്നിട്ടുള്ള വർഷാവർഷം വരുന്ന വിഷുവും ഓണവും തിരുവാതിരയും ഈ ശിവരാത്രി, ശ്രീകൃഷ്ണ ജയന്തി, ഇതൊക്കെ നമുക്ക് അത്ര അങ്ങോട്ട് അതൊന്നും അങ്ങനെ അങ്ങോട്ട് ഇതാക്കുന്ന, വീടിൻ്റെ അടുത്ത് അമ്പലമാണ്, അമ്പലത്തിൽ ഉത്സവമുണ്ട്, അത് വളരെ കേമാണ്. ശിവരാത്രിയും ശ്രീകൃഷ്ണ ജയന്തി, കുചേലദിനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര സ്വാധീനിക്കുന്ന തക്ക വിധത്തിലുള്ള ഓർമ്മകളൊന്നും ഉണ്ടാക്കുന്നതല്ല. തിരുവാതിര ഞങ്ങൾ വേഷം കെട്ടി ഓരോരോ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ലെങ്കിലും ഒരു കളക്ഷൻ എടുക്കാനുള്ള നല്ലൊരു ഒരു പരിപാടിയായിരുന്നു അത്. ഏതായാലും ഇതിൻ്റെ ഏറ്റവും പ്രധാനം സന്തോഷപൂർണമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം കൈവരിക. ഓർക്കുമ്പം തന്നെ അതെല്ലാം എന്താ പറയുക, വീണ്ടും വീണ്ടും പഴയ എന്തൊക്കെ വിദ്വേഷത്തിൻ്റെയോ സമാധാനമില്ലായ്മയുടെയോ എല്ലാറ്റിനും ഒരു ശാന്തി ഉണ്ടാക്കിയിട്ട് ഓണത്തിനാവും വിഷുവിനാവും വന്നു, ഏതായാലും നന്നായി ഞാൻ പറഞ്ഞു എല്ലാം, അതൊന്നും വലിയ കാര്യമൊന്നും ഇല്ലയെന്നേ, ഒക്കെ അത്രയേ ഉള്ളൂ, അത്രയായാലും നമ്മൾ സഹോദരങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞു, പ്രശ്നം സോൾവായി. എല്ലാവരും ഒരുമിച്ച് ഷാപ്പിട്ടു. പിന്നെ ഇനി അത് കഴിഞ്ഞ് അടുത്തതിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവാം. ഇപ്പോൾ ഇത്തരം ആഘോഷങ്ങളൊക്കെ കുറേയും കൂടെ നന്നാക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ഇതൊക്കെ ഉണ്ട്. ഏതായാലും 12-ാം അധ്യായം ഭക്തിയോഗം, വിഷുവിന് ഇന്ന് ഭക്തൻ്റെ ലക്ഷണം ഭഗവാൻ പറയാം. ആരാണ് ഭക്തൻ എന്ന് ഭഗവാൻ പറയാം. ഭക്തനെ വിശദീകരിക്കാൻ പോവുക. ശരിയായ ഭക്തൻ ആര്, അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഭഗവാൻ പറയാം. ഏതായാലും 12-ാം അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകത്തിൽ ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാത് ധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗഃ ത്യാഗാത് ശാന്തിരനന്തരം എന്ന് പറഞ്ഞു. ശ്രേയഃ ഹി ജ്ഞാനം അഭ്യാസാത്, അഭ്യാസാത് ജ്ഞാനം ശ്രേയഃ ഹി. അഭ്യാസത്തേക്കാൾ, അതുപോലെ ജ്ഞാനത്തേക്കാൾ, ധ്യാനത്തേക്കാൾ, ത്യാഗത്തേക്കാൾ. ഇവിടെ
നമ്മൾ ഈ ശ്ലോകത്തിന് സാമാന്യമായി നമുക്കിങ്ങനെ അർത്ഥം പറഞ്ഞു പോവാം. എന്ത്? അഭ്യാസം എന്നുള്ളതിനേക്കാൾ, അഭ്യാസയോഗത്തേക്കാൾ ജ്ഞാനം ശ്രേയസ്കരമാണ്, ജ്ഞാനത്തേക്കാൾ ധ്യാനം ശ്രേയസ്കരമാണ്, ധ്യാനത്തേക്കാൾ കർമ്മഫലത്യാഗം ശ്രേയസ്കരമാണ്. ഈ ത്യാഗത്തിൽ നിന്ന് എന്തുണ്ടാവുന്നു? ശാന്തി ഉണ്ടാകുന്നു എന്ന് പറയാം. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതാണ് ഈ സംസ്കൃതത്തിൻ്റെ ഒരു സൗന്ദര്യം. അപ്പോൾ സംസ്കൃതത്തിൽ, നിങ്ങൾ സംസ്കൃതം പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, അഭ്യാസാത്, ജ്ഞാനാത്, ധ്യാനാത്, ത്യാഗാത്, ഇതെല്ലാം തന്നെ പഞ്ചമി ഏകവചനമാണ്. ബാലാത്, രാമാത്. ബാലാത് എന്ന് പറഞ്ഞാൽ പഞ്ചമിക്ക് എന്താണ്? പഞ്ചമിയുടെ ഇപ്പോൾ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, സംബോധന പ്രഥമ, ഇങ്ങനെയാണ് വിഭക്തികൾ. അതിൽ ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പോൾ ഈ പഞ്ചമിക്ക് ഇൽ നിന്ന് കാൾ മുതൽ ഹേതുവായിട്ട്, അപ്പോൾ അഭ്യാസാത്, അഭ്യാസത്തേക്കാൾ എന്ന് പറയാം. പക്ഷേ ഇവിടെ കൂടുതൽ ശരി ഏതാണ്? ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടാവും, അതിൽ കമൻട്രി ഉണ്ടാവും. കമൻട്രിയിൽ ഇപ്പോൾ എല്ലാം വിസ്തരിച്ച് പറഞ്ഞോളന്നില്ലല്ലോ. ആ വ്യാഖ്യാതാവ് എന്താണോ എഴുതിയിട്ടുള്ളത് അതുണ്ടാവും. ഇത് നമ്മൾ കേവലം ഒരു വ്യാഖ്യാനം നടത്തി പോവൽ മാത്രമല്ല, ഇതൊരാഴത്തിലുള്ള പഠനമായിട്ടാണ് നമ്മളും നിങ്ങളും കരുതുന്നത്. ഇതിൽ ബഹുഭൂരിപക്ഷം പേരും അങ്ങനെ ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അഭ്യാസാത്, അപ്പോൾ കാൾ മുതൽ ഹേതുവായിട്ട് ഇൽ നിന്ന്, അപ്പോൾ അഭ്യാസത്തിൽ നിന്ന്, അഭ്യാസത്തേക്കാൾ, അഭ്യാസം ഹേതുവായിട്ട്, ഇതെല്ലാം അർത്ഥമെടുക്കാം. അപ്പോൾ ഏറ്റവും ഉത്തമം ഏതാണ്? ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൃത്യമായിട്ടുള്ളതും. ഇൽ നിന്ന് എന്ന് പറയുമ്പോൾ അഭ്യാസം ഹേതുവായിട്ട്, അഭ്യാസത്തിൽ നിന്ന്, ആ അഭ്യാസയോഗത്തിൽ നിന്ന് ജ്ഞാനം ശ്രേയഃ, ജ്ഞാനം ശ്രേയസ്കരമായി തീരുന്നു. അങ്ങനെ ആ ജ്ഞാനാത്, ആ ജ്ഞാനത്തിൽ നിന്ന് എന്നതിനേക്കാൾ ഏറ്റവും കേമായിട്ടുള്ള എന്താണ്? ഈ വ്യാഖ്യാനമാണ്. ഇങ്ങനെ ഇതിൽ ചില ശ്ലോകങ്ങളിൽ വരുമ്പം നമുക്ക് ചെറിയ കൺഫ്യൂഷൻ വരുവേ. മറ്റതൊക്കെ അങ്ങനെ പറഞ്ഞു പോടാം. കാരണം ഇവിടെ വരുമ്പം ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, പഞ്ചമിയിൽ ഏതിനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതാണ്. കാരണം ഇവിടെ ഒരേ സമയത്രയും പദങ്ങൾ പഞ്ചമിയിൽ ഉപയോഗിച്ചിരിക്കുക. ഇപ്പം ചതുർത്ഥി എന്താ? ആയിക്കൊണ്ട് ചതുർത്ഥിച്ച്, അത്രയേ ഉള്ളൂ. ആയിക്കൊണ്ട് ചതുർത്ഥി. ഏതാ ഈ ചതുർത്ഥിയിൽ എന്താ വരിക? രാമായ, രാമനായിക്കൊണ്ട് രാമായ നമഃ, രാമനായിക്കൊണ്ട് നമസ്കാരം, കൃഷ്ണായ നമഃ, കൃഷ്ണനായിക്കൊണ്ട് ദേവായ നമഃ, ദേവനായിക്കൊണ്ട്, അത്രയേ ഉള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല. ഷഷ്ടി ക്ക് ന് ന്റെ ഡേ എന്നൊക്കെ ഉണ്ട്. അപ്പം രാമസ്യ, രാമൻ്റെ, അർത്ഥത്തിൽ വലിയ മാറ്റങ്ങളില്ല. പക്ഷെ പഞ്ചമിക്ക് ഇങ്ങനെയൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സംസ്കൃത ക്ലാസ് അല്ല ഇപ്പോൾ. നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ സംസ്കൃതം പഠിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സ്കൂൾ ഓഫ് ഭഗവത്ഗീതയ്ക്ക് സംസ്കൃതമുണ്ട്. സംസ്കൃതം ഓൺലൈനിൽ ക്ലാസ് നടക്കുന്നുണ്ട്. ചിലരൊക്കെ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും താല്പര്യമുള്ളവർക്ക് പുതിയ കോഴ്സ് നമ്മൾ
ഇതിനു വേണ്ടി തുടങ്ങുന്നുണ്ട് പുതിയത്. അപ്പം നിങ്ങൾ താല്പര്യമുള്ളവർ പ്രത്യേകം അറിയിച്ചോളൂ. അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി പുതിയത് തുടങ്ങാം. അപ്പം അതും കൂടെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് നിങ്ങൾക്ക് തന്നെ സ്വതന്ത്രമായിട്ടൊരു ഒരു വ്യാഖ്യാനം, കൂടുതൽ നമ്മുടെ തന്നെ ചിന്തകൾക്ക് എന്താ പറയുക, ചിന്തകളെ ഈ വഴിയിലേക്ക് മനനത്തിനൊക്കെ വിധേയമാക്കാൻ സാധിക്കും. അത് വളരെ പ്രധാനമാണ്. അപ്പം ധ്യാനം ഹേതുവായി, അഭ്യാസം ഹേതുവായി എന്തുണ്ടാവുന്നു? ജ്ഞാനം ഹേതുവായി ധ്യാനം വിശിഷ്യതേ, വിശേഷപ്പെട്ടതായി തീരുന്നു. ധ്യാനാത്, ധ്യാനത്തേക്കാൾ എന്നുള്ളതിനേക്കാൾ എന്താണ്? ധ്യാനത്തിൽ നിന്ന് ഹേതുവായി കർമ്മഫലത്യാഗ, അത് സംഭവിക്കുന്നു. ആ കർമ്മഫലത്യാഗത്തിൽ നിന്ന് ശാന്തി, ശാന്തി കിട്ടുന്നു. അതാണ് ഈ ഒരു 12ാമത്തെ ശ്ലോകത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള വ്യാഖ്യാനം. തുടർന്ന് ഇവിടെയാണ് ഈ 14ാമത്തെ 13ഉം 14ഉം കൊണ്ട് ഭക്തൻ്റെ ലക്ഷണം. തുടർന്ന് അങ്ങോട്ട് ഭക്തൻ്റെ ലക്ഷണം പറയുകയാണ്. നമുക്ക് നോക്കാം ഭക്തൻ ആരാണ്. ഭക്തന് വളരെ പ്രധാനപ്പെട്ട ശ്ലോക. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതമനോ ബുദ്ധിഃ യോ മദ്ഭക്തഃ സമേ പ്രിയഃ. ഭഗവാനെ എല്ലാവർക്കും പ്രിയമാണ്. പക്ഷേ ഭഗവാന് പ്രിയപ്പെട്ട ചില ആളുകളുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മൾ ചില സെലിബ്രിറ്റികളുടെ കാര്യത്തിലൊക്കെ പറയുമല്ലോ, മോഹൻലാൽ, മമ്മൂട്ടി. മോഹൻലാലിന് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നയാളെയാണ്. ആരാണെന്നറിയാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര താല്പര്യമായിരിക്കും. മോഹൻലാലിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം, മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അതറിയാൻ ഭയങ്കര താല്പര്യമായി. നമ്മൾ ഇവർക്ക് ഏതെങ്കിലും ഒന്നും ഉണ്ടാവുന്നു. അവർ പറയും എല്ലാം എനിക്ക് ഇഷ്ടമാണ്, അധികം എരിവും പുളിയൊന്നും ഇഷ്ടമല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും അവരൊക്കെ. അപ്പം നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ, നമുക്ക് പ്രിയപ്പെട്ട ആളാണ്, ആ മൂപ്പരുടെ ലിസ്റ്റിൽ പ്രിയപ്പെട്ടത് ആരൊക്കെയാണ്? എൻ്റെ ലിസ്റ്റിൽ ആരാണ് പ്രിയപ്പെട്ട ഭക്തൻ, എൻ്റെ പ്രിയ ഭക്തൻ എന്ന് ഭഗവാൻ കണക്കും അറിയാം. സമയപ്രിയ, അവൻ എനിക്ക് പ്രിയനാണ്. ആരാത്? ആദ്യം തന്നെ പറഞ്ഞു. അദ്വേഷ്ട സർവഭൂതാന, സർവഭൂതാന, പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളോടും ഒന്നൊഴിയാതെ, അതായത് സർവനാമ ശബ്ദത്തിൽ പെടാത്തതായി യാതൊന്നുമില്ല. ഭൂതാനാം ഭൂസത്തായാം ഉണ്ടായിട്ടുള്ളത്. അദ്വേഷ്ട, ദ്വേഷിക്കാതെ ഇരിക്കുക. ഒന്നിനോടും, ഈ ദുനിയാവിലെ ഈ പ്രപഞ്ചത്തിലെ ഒന്നിനോടും ദ്വേഷമില്ലാത്തവൻ. അദ്വേഷ്ട സർവഭൂതാനാം. മൈത്ര കരുണ ഏവച, മൈത്രീഭാവം, എല്ലാവരും എൻ്റെ മിത്രമാണ്. മിത്രമല്ലാത്ത ആരുമില്ല. മൈത്രി. കരുണ, കാരുണ്യം. നിർമ്മമഃ, എൻ്റേത് എന്ന ചിന്തയുമില്ല, മമത്വമില്ലായ്മ. നിരഹങ്കാര, അഹങ്കാരമില്ലാത്തതാർക്ക്? സമദുഃഖ സുഖ ക്ഷമീ, സുഖം ദുഃഖം ഇതൊക്കെ സമം. അതിലൊക്കെ എന്തിനെ കാണുന്നു? സമം ഹി ബ്രഹ്മ. സന്തുഷ്ട സതതം, എപ്പോഴും സന്തോഷവാൻ. യഥാത്മാ ദൃഢനിശ്ചയ, മനസ്സ് അടക്കി നിശ്ചയദാർഢ്യമുള്ള.
മയി അർപ്പിത മനോബുദ്ധി, എന്നിലാണ് അവൻ്റെ മനസ്സും ബുദ്ധിയും സമർപ്പിക്കപ്പെട്ടത്. യഹ, അത് ഏതൊരുവനുണ്ടോ അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റ് ഭഗവാൻ വിസ്തരിക്കാൻ പോവുക. ഈ ലിസ്റ്റിൽ പെടുന്ന ഏതെങ്കിലും ഇതിൽ നമ്മൾ പെടുമോ എന്നൊന്ന് നോക്കുക. ഭഗവാന്റെ ലിസ്റ്റിൽ ഞാൻ പെടുമോ? ഇനിയുണ്ട് ലിസ്റ്റിൽ, മൂപ്പര് ലിസ്റ്റ് വായിക്കുക ഓരോരുത്തരുടെ. ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളവർ, അവരുടെ പേര് വിളിക്കുക. ഈ പറഞ്ഞ ആദ്യത്തേൽ നിങ്ങൾ പെടുമോ നോക്കുക. സർവഭൂതാനാം അദ്വേഷ്ട, മൈത്ര, കരുണ, നിർമ്മമ, നിരഹങ്കാര, സമദുഃഖ സുഖക്ഷമി, സന്തുഷ്ട സതതം, ദൃഢനിശ്ചയ, മനോബുദ്ധി ഭഗവാനിൽ അർപ്പിതം. ഈ ലിസ്റ്റിൽ പെടുമോ? ഇതിൽ ഞാനില്ലല്ലോ സ്വാമി. എന്നാൽ അടുത്ത ലിസ്റ്റ് വരുന്നുണ്ട്. അർജുന, നീ വിഷുവിന് പടക്കമൊക്കെ പൊട്ടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വേണ്ടവർക്കൊക്കെ കൈനീട്ടമൊക്കെ കൊടുത്ത് ഗൂഗിൾ പേ വഴിയൊക്കെ കൈനീട്ടമുള്ളതൊക്കെ ഒന്നും മറന്നു പോവാതെ ചെയ്ത് എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിച്ച് ബാ, നാളെ നമുക്ക് ചർച്ച ചെയ്യാം. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി.